കേരളത്തിൽ ഷവർമ കഴിച്ചു മരിച്ചവരിൽ ഐഷയും മുഹമ്മദുമില്ല, അവിടെ വർമ്മ മാത്രം. ഷവർമ എന്ന വിഭവത്തിന് പുതിയൊരു വിശദീകരണം നൽകി കേസരി പത്രാധിപർ NR മധു. ഷവർമ അല്ല ഇത്, ശവവർമ്മ. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. കൊല്ലത്ത് കുണ്ടറയിൽ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിനിടെ ഷവർമയുടെ പേരിൽ വിവാദ പ്രസംഗം നടത്തിയിരിക്കുകയാണ് കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ NR മധു. അദ്ദേഹം പറയുന്നു, കേരളത്തിലെ തെരുവിലൂടെ വൈകിട്ട് സഞ്ചരിച്ചാൽ ശ്മശാനത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ട് തന്നെ ശവവർമ്മയാണ് കഴിക്കുന്നത്. കേരളത്തിൽ ഷവർമ കഴിച്ച് അനേകം പേർ മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, ഐഷയില്ല, തോമസ് ഇല്ല, പക്ഷെ അതിലൊരു വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാകാം ഷവർമ്മയായത്. ഇങ്ങനെ നീണ്ടു വിവാദ പ്രസംഗം. ഒപ്പം റാപ്പർ വേടനെതിരെയും അധിക്ഷേപമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. മധുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ തീക്ഷ്ണമായ ഗന്ധം നമ്മുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഇന്ന് കേരളത്തിലെ തെരുവുകളിലൂടെ വൈകുന്നേരം സഞ്ചരിക്കുമ്പോൾ ശ്മശാനത്തിലൂടെ കടന്നു പോകുന്നത് പോലെയുള്ള പ്രതീതിയാണ്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലർ അതിനെ ഷവർമ എന്ന് പറയുന്നു. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ഷവർമ എന്ന് പേര്. കേരളത്തിൽ ഷവർമ കഴിച്ച് അനേകം പേർ മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, ആയിഷയില്ല, തോമസ് ഇല്ല, പക്ഷേ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ഷവർമയായത്. ഈ ആക്രാന്തം മൂത്ത് പണ്ടാരം അടങ്ങാൻ പോയി തിന്ന് ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷവർമ കഴിക്കാൻ വരുന്നവരുടെ ആധാർ കാർഡ് നോക്കിയാണല്ലോ കടക്കാർ ഷവർമ അരിഞ്ഞു കൊടുക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിന്റെ താഴെ, ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ്. ഹിന്ദുവാണെങ്കിൽ മരിക്കാനുള്ള ഷവർമയും മുസ്ലിമോ ക്രിസ്ത്യനോ ആണെങ്കിൽ ജീവിക്കാനുള്ള ഷവർമയും കൊടുക്കുമോ? കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ ആരോഗ്യവകുപ്പ് ഈ മഹാന് തന്നെ എന്ന് ഉറപ്പിച്ചു എന്നാണ് ഒരാൾ ഇദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് താഴെ വന്ന് നടത്തിയിരിക്കുന്ന കമന്റ്. ഒപ്പം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ ആബിദ് അടിവാരത്തിന്റെ ഒരു പോസ്റ്റ്, ഒരു കമന്റ് വന്നിട്ടുണ്ട്. അത് വായിക്കാം. കേരളത്തിൽ രാമനും സീതയ്ക്കും അനുയായികൾ കൂടി വരുന്നുണ്ട്. മാനിന്റെ മാംസം ചുട്ടെടുത്ത് വാസ്തുബലി നടത്തുന്ന രാമനെ പറ്റി വാൽമീകി വിവരിക്കുന്നുണ്ട്. വനവാസത്തിന് പോകുന്ന സീത ഗംഗയ്ക്ക് വഴിപാടായി നേരുന്നത് മാംസച്ചോറാണ്. ചുട്ട മീൻ നൽകി സീതയെ സന്തോഷിപ്പിക്കുന്ന രാമന്റെ ചിത്രം വാൽമീകി വരച്ചിടുന്നുണ്ട്. ദശരഥൻ നടത്തിയ അശ്വമേധയാഗത്തിൽ കുതിരയുടെ മാംസം വേവിക്കുന്നതിനെ കുറിച്ചും വാൽമീകി എഴുതുന്നുണ്ട്. രാമനും സീതയ്ക്കും അനുയായികൾ കൂടുന്തോറും ഷവർമ കച്ചവടം പൊടിപൊടിക്കും. ഇങ്ങനെയാണ് ആബിദ് അടിവാരത്തിന്റെ കമന്റ്. ശരിക്കും ഷവർമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മലയാളിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ജങ്ക് ഫുഡാണ്. ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരം തന്നെയാണ് ആരോഗ്യരംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. ചെറിയൊരു വിഭാഗം മലയാളികൾക്ക് മാത്രമേ ഷവർമയോട് അത്രയ്ക്ക് സ്നേഹമുള്ളൂ. ഷവർമ അല്ലെങ്കിൽ ഷ്വാർമ അറബ് രാജ്യങ്ങളിലെ ജനപ്രിയ ഭക്ഷണ വിഭവങ്ങളിലൊന്നാണ്. തുർക്കികളാണ് ഷവർമയ്ക്ക് ജന്മം നൽകിയതെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. ആട്, കോഴി എന്നിവയുടെ ഇറച്ചിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് എങ്കിലും അറബ് രാജ്യങ്ങളിൽ ടർക്കി, കാള തുടങ്ങിയവയുടെ ഇറച്ചി ഉപയോഗിച്ചും ഷവർമ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും NR മധുവിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. പലപ്പോഴും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മറ്റു മതത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ചിന്തയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മതത്തിൽ, നമ്മുടെ സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരാളുടെ പ്രസ്താവന പോലും കാരണമാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാർ, ഒരുപാട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രസ്താവന ശ്രീ NR മധു നടത്തിയത് ശരിയായില്ല എന്ന പക്ഷക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സ്പർദ്ധ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അറിഞ്ഞോ അറിയാതെയോ കാരണമായി എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഷവർമ എന്ന് പറയുന്ന വിഭവം തുർക്കിയിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ തുർക്കിയോടുള്ള വിരോധം കാണിക്കാനാണോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തൊക്കെയായാലും ഇത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന, ഒരു മാധ്യമത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ വരാൻ പാടുണ്ടോ എന്ന ചോദ്യങ്ങളും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.